ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് മത്തൻ സ്പെഷ്യലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞതാണ് മത്തൻ്റെ എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കണം, മത്തൻ കറി ഉണ്ടാക്കണം. മത്തൻ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു എൻ്റെ ഒരു കസിൻ കൃപ ആണ് പറഞ്ഞത്. അപ്പോൾ അവൾ റിക്വസ്റ്റ് ചെയ്താണ് മത്തൻ്റെ എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കുമോ. മത്തൻ്റെ ഡിഷുകളുണ്ട്, നമുക്ക് കറിയായിട്ട് തന്നെ 3 ടൈപ്പ് കറി വയ്ക്കാറുണ്ട്. അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ വെക്കുന്നത്. കാരണം പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് വേണ്ടത് എന്നുള്ളൊരു സജഷൻ വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ മത്തൻ താളിക്കുക. മത്തൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഈ ഒരു കറി ഇഷ്ടമാവുള്ളൂ. കാരണം ഇതിൽ നാളികേരമൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് താളിപ്പാണ്. അപ്പോൾ അത് കാരണം ഇത് മത്തനായിരിക്കും ഫുള്ള് ടേസ്റ്റ് വരുന്നത്. ശരിക്ക് മത്തൻ്റെ ആ ഒരു റിയൽ ടേസ്റ്റാണ് വരുന്നത്. അത് കാരണം മത്തൻ ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഈ ഒരു കറി താല്പര്യം ഉണ്ടാവുള്ളൂ, അല്ലാത്തവർക്ക് ഇത് കഴിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കൂ, എങ്ങനെയുണ്ട് പറയണം, ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മത്തൻ്റെ താളിപ്പ്. കണ്ടില്ലേ, ഇതിൽ മത്തനും പച്ചമുളകും കറിവേപ്പിലയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം അമ്മ എന്നോട് വീഡിയോ എടുക്കരുതെന്ന് വാണിംഗ് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മത്തൻ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് അമ്മ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മത്തൻ മുറിച്ചെടുത്തത്. ഞാനല്ല, അമ്മയാണ് മുറിച്ച് തന്നത്. അപ്പോൾ ഇത് മത്തൻ കുക്കറിൽ നമുക്ക് ഒരു വിസിൽ മതിയായിരിക്കും. കൂടിപ്പോയാൽ 2 വിസിൽ, അതിന് മുകളിൽ വിസിലൊന്നും അടിക്കരുത്, അതാകെ അളിഞ്ഞു പോവും. അപ്പോൾ അതിലേക്ക് 2-3 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കാരണം ഇത് വേവാനുള്ള വെള്ളം മാത്രം മതി. നമുക്ക് ഒരുപാട് നീട്ടിയാണ് വെക്കേണ്ടതെന്ന് മാത്രമേ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിതിൽ 2 വിസിലടിച്ചു. വിസിലടിച്ചതിന് ശേഷമുള്ള എൻ്റെ കറി ഇതാ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒരുപാടില്ല, ഞങ്ങൾ കുറച്ച് കട്ടിക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്, വെള്ളം പോലെ ആക്കുന്നില്ല. ഇനി വെള്ളം വേണ്ടവർക്ക് കുറച്ചും കൂടെ ചൂടുവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്ന് നീളത്തിലാക്കി എടുക്കാം, കുറച്ച് കറി പോലെ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ അത്രയ്ക്ക് കറിയാക്കുന്നില്ല. അപ്പോൾ ഇത് ഞാനിങ്ങനെ എല്ലാ മത്തനും ഉടച്ചെടുക്കുന്നില്ല, ചെറിയ ചെറിയ കഷ്ണം വെക്കും. എന്നാലും ഓൾമോസ്റ്റ് എല്ലാ മത്തനും ഉടച്ചെടുത്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരുവത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കറിവേപ്പില, അത്രയേ ഉള്ളൂ. ഇത് ഇത്രയും ആയപ്പോൾ തന്നെ നമ്മളെ കറി റെഡി ആയിട്ടോ. അപ്പോൾ ഇത്ര ഈസി ആയിട്ടുള്ളൊരു കറി നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മത്തൻ ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഈ കറി കൂട്ടാൻ കഴിയുള്ളൂ, ഇല്ലാത്തവർക്ക് ഇത് കഴിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഡിഷ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടമുള്ളവർ ഇത് ട്രൈ ചെയ്ത് നോക്കൂ. മത്തൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമായിരിക്കും ഈ കറി. ഒന്നുമില്ല, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കറിവേപ്പിലയും മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. ഇതാണ് എൻ്റെ കറി.